ഗൈസ്, അപ്പോൾ നമ്മുടെ മത്സരം ഇവിടെ ഇഞ്ചോടിഞ്ച് മത്സരം 1 മിനിറ്റിനുള്ളിൽ കഴിച്ച് തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും. ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരടിപൊളി ഈറ്റിംഗ് ചലഞ്ചുമായിട്ട്. അത് പറയാലോ. ഗൈസ്, അപ്പം നമ്മള് ഇന്നും നമ്മുടെ സുബിൻ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരാണ്. ഇന്ന് പ്രത്യേക കോച്ചിങ്ങും കഴിഞ്ഞ തവണത്തെ കൂട്ടുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല ഇത്തവണ. കാരണം ഇദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി കാരണം അവൻ തോറ്റു ഇത്തവണ. ഞാൻ കാരണം തന്നെ ഇവൻ തോക്കുന്നത്. ഇത്തവണ അന്നും പറഞ്ഞ് ഇവൻ തോക്കുന്ന എന്തോ അല്ല, ഇയാള് നിങ്ങളാ പറഞ്ഞത്. കഴിഞ്ഞ തവണ പറഞ്ഞത് ചിക്കൻ ലാസ്റ്റ് കഴിച്ചാൽ നീ ചോറും കഴിക്കാൻ. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവൻ അതുകൊണ്ട് അവൻ അത്രയെങ്കിലും കഴിച്ചില്ല. എന്നിട്ട് കിട്ടിയത് ജയിക്കണ്ടായിരുന്നു, പ്രവീൺ ബാവലിനെ തോപ്പിക്കണ്ടായിരുന്നു. അതാ നമുക്ക് നഷ്ടമായപ്പോഴ്. സുബിൻ എന്തായാലും പ്രവീൺ ബാവലിനെ തോപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ പറയുന്നത് സുബിൻ തോക്കുന്നതാണ്? സുബിന് പ്രവീൺ ബാവലിനെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചെയ്യും, സുബിൻ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 2 ലക്ഷം രൂപ എടുക്കാനുണ്ടോ? അത് ഞാനോ എടുക്കണം? അങ്ങനെ ഇപ്പൊ ചലഞ്ച് അങ്ങനെ ഞാൻ അവൻ നീ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം ചെയ്തോ 2 ലക്ഷം. ഒരു ബന്ധം ഞാനാണോ പൈസ കൊടുക്കുന്നത്? മത്സരത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം എക്സ്ട്രാ ഉണ്ടോ? 5 ലക്ഷം ആയിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം പറയാം. മത്സരിക്കുന്നവരല്ലേ, ഇടയ്ക്ക് സ്പോൺസർമാര്. ഗൈസ്, അപ്പം നമ്മൾ എടുക്കുന്നത് നമ്മുടെ നാടൻ പൊതിച്ചോറാണ്. പൊതിച്ചോറും കുറച്ച് ചിക്കൻ വിഭവങ്ങൾ, സാമ്പാർ, പരിപ്പ്, പപ്പടം, അച്ചാറ്, തോരന്, അവിയല്, പച്ചടി, പുളിശ്ശേരി, പിന്നെ മീന്, ചിക്കൻ ഫ്രൈ, മുട്ട എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ക്ഷമിക്കണം, ചമ്മന്തി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു മീൻ വറുത്ത പറഞ്ഞു. അത് പറഞ്ഞിടൂ. ഉറങ്ങും സൈഡിൽ ഇരുന്നിട്ട്. ബീഫില്ല, 500 രൂപ, ഏകദേശം 350 രൂപ പൊതിച്ചാറ്, 350 രൂപ ആ റേഞ്ച് വരുന്നതാണ്. കഴിഞ്ഞ തവണത്തെ തൊട്ട് തന്നെ ഓരോരുത്തരും ഇരിക്കും, ടൈം നോക്കും. ആരാണ് ആ പൊതിച്ചോറ് ആരാണ് ഏറ്റവും കുറവ് സമയത്ത് കഴിക്കുന്നത് അവരായിരിക്കും വിജയി. കഴിഞ്ഞ തോറ്റ് കേട്ടോ. ഞാൻ 2ാം സ്ഥാനം ഉണ്ടല്ലോ. തോറ്റ് വിജയ് എന്ന് പറയാം. 1ാം സ്ഥാനത്ത് കൊടുക്കുന്നത്. 3ാം സ്ഥാനം പോയപ്പോഴേ ഞാൻ തോറ്റെന്ന് പറയും. നാണമില്ല ഇത് പറയാം. എന്റെ അടുത്ത് വന്നിരിക്കുന്നു. 4ാം സ്ഥാനം അതാ. 3 പ്രവീണ. എവിടെ പ്രവീൺ? ഏത് പഞ്ചായത്തിലാണ് അവൻ? പോയി സെക്കൻഡുകളുടെ വ്യത്യാസമില്ല, അവൻ പോയി തോറ്റു. ഇന്ന് ആരൊക്കെയാ മത്സരിക്കുന്നത്? നിതിൻ അളിയൻ കഴിഞ്ഞ തവണ നൈസിനെ കൊണ്ടുപോയി കയറ്റിട്ടുണ്ട്. നിതിൻ അളിയൻ ആദ്യം മത്സരിക്കും. മാറാം. രണ്ടാമത് നമ്മുടെ പ്രവീൺ ബാലൻ മത്സരിക്കും. 3ാമത് സുബിൻ തോപ്പിക്കും. 4ാമത് നന്ദു മത്സരിക്കും. അപ്പൊ എന്തെങ്കിലും പോയേക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോകണത് ഇതാണ് നമ്മുടെ പൊതിച്ചോറ്. പപ്പടം, മുട്ട പുഴുങ്ങിയത്, കപ്പ വേവിച്ചത്, ചിക്കൻ ഫ്രൈ, തോരന്, അച്ചാറ്, ചമ്മന്തി, മുളക് ചമ്മന്തി, മീൻ വറുത്തത്. നല്ല മീനുണ്ട്, നല്ല അയില, പിന്നെ എല്ലാം ഉണ്ട്. പായസം വരെ ഉണ്ട്, പക്ഷെ നമുക്ക് പായസം കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പോയാലോ? ശ്രമിക്കാം. നമ്മളെ ലൊട്ട ടീമിനോട് നീ ഇത്ര ഒന്നും നോക്കണ്ട, ഇവനെ തോപ്പിക്കുക. നിനക്ക് ഇവനെ നമ്മളതേ ഉള്ളു, അല്ലാതെ ഇവരെ തോപ്പിക്കാൻ നമുക്ക് വലിയ ലക്ഷ്യം. ഇവനെ മോര് കറി വെച്ചിട്ട് പുളിശ്ശേരി കൂട്ടിയൊരു പിടിയാണ് നിതിൻ അളിയന് ഇഷ്ട വിഭവം. ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈയും പുളിശ്ശേരിയും, മാമ്പഴ പുളിശ്ശേരിയും ചിക്കൻ ഫ്രൈയും കൂട്ടിയടിക്കുന്നു ഞങ്ങളുടെ സ്വന്തം നിതിൻ അളിയൻ. മാമ്പഴം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മാമ്പഴം ഇല്ല, മാമ്പഴം മാങ്ങാണ്ടി മാമ്പഴമുണ്ട്. മാങ്ങാണ്ടി ആയതുണ്ട്, താഴെ ഉണ്ട്. ഉണ്ടോ പ്രവീൺ? മാങ്ങാണ്ടി ഉണ്ടോന്ന് മാങ്ങാണ്ടി ഉണ്ട്. അതെന്തുവാണ്? രസത്തിനാ പുള്ളി മാങ്ങാണ്ടി. ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് പറയാൻ വേണ്ടി പറ്റുന്നില്ല നമുക്ക്. അതുപോലെ കപ്പലൊക്കെ രസം ഉണ്ടാക്കുന്ന മാങ്ങാണ്ടി മാമ്പഴ പുളിശ്ശേരി ചിക്കൻ ഫ്രൈ ഉണ്ട്, മീൻ വറുത്ത് സൂപ്പർ ആട്ടോ. കള്ളം ശ്രീത്ത് അടിച്ചു മാറ്റി ഇച്ചിരി മീൻ വറുത്ത് മൂലക്ക് കഴിച്ചായിരുന്നു. കൊള്ളാം, നല്ല മീൻകറിയാണ്. മീൻ ഫ്രൈയാണ്. മീൻകറി എടുത്തു. മീൻകറി അവിടെ ഉണ്ട്. മീൻകറി നല്ല ചോറും പപ്പടം, മീന്, ചിക്കൻ എല്ലാം കൂടെ വെച്ചിട്ട് കരുതുന്നത്.
സമയം 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. മീൻകറി ഇവരൊരു കുന്തോർത്തില്ല പറ്റിച്ചാണോ ഇയാൾ പണിതാണോ? തീയലെടുത്തിട്ട് വെറുതെ DJ പാർട്ടിക്കൊക്കെ ആയിരുന്നു മ്യൂസിക്കാ കേട്ടോണ്ടിരിക്കുന്നത്. എണീറ്റപ്പോ ഞാൻ ഓർത്ത് പുള്ളി പിടിക്കാനുള്ള തയ്യാറെടുപ്പില്ല. പക്ഷെ ഒരു പ്രാവശ്യം നൂൽ പൊറോട്ട മത്സരത്തിൽ ഈ പുള്ളി ഭയങ്കരമായിട്ട് കഴിച്ചായിരുന്നു. നൂൽ പൊറോട്ടയും ബീഫ് കണ്ടോ? നൂൽ പൊറോട്ട അല്ലേ ഇത്, പൊതിച്ചോറാണ്, നാടൻ ചോറാണ്. അത് മനസ്സിലാക്കൂ. സ്ട്രാറ്റജി ഞങ്ങൾ ഒട്ടകൽ എടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഞങ്ങളുടെ ചെറുക്കനെ തോപ്പിച്ച് നിങ്ങളുടെ ഈ ഇവനെ ഞാനാണ് ഞങ്ങളെ പിള്ളേരെ തോപ്പിച്ച് ഇല്ല കണ്ടോ? ഇല്ല അവൻ പറഞ്ഞു കേട്ടില്ലേ, ആൾക്കാരൊക്കെ അങ്ങനെ പലതും പറയും. ചിക്കൻ തീർന്നിരിക്കുകയാണ്. 2.5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 2.5 മിനിറ്റിൽ നിതിൻ അളിയൻ ഇപ്പോഴും അയില വറുത്തതും കൂട്ടി കഴിക്കുകയാണ്. 2.5 മിനിറ്റിൽ അയില വറുത്ത് കഴിക്കുന്നു. പക്ഷെ നിതിനാളിയൻ മിക്കവാറും ഈ കണക്കിന് പോയി എത്ര മിനിറ്റ് എടുക്കും പറയാം? എന്തോ പത്താണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇത്ര മിനിറ്റ് കട്ട് ഓഫ് വെക്കണം, അത് കഴിഞ്ഞ് ഡിസ്ക്വാളിഫൈ ചെയ്യണം. ഞാൻ പറയട്ടെ, 5 മിനിറ്റ് നിതിനാളി ആ സൈഡിൽ എടുത്തു, അടുത്ത കയറും. അതൊരു വെറൈറ്റി. അല്ല, നടക്കട്ടെ, മത്സരം നടക്കട്ടെ. ഇത്ര വലിയ മാറിയില്ലേ? അടുത്ത ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ നമ്മൾ ഇനിയും കടക്കാൻ പോവാണ്. നമ്മുടെ നിതിനളിയൻ, സോറി നമ്മൾ ക്ഷമിക്കണം, കഴിച്ചു ഞാൻ പ്രവീണളിയനും നമ്മുടെ സുബീനും തമ്മിലുള്ള മത്സരമാണ് അടുത്ത വരാൻ വേണ്ടി പോകുന്നത്. അതിൽ പ്രവീണളി എത്ര കഴിക്കുന്നു അതിൽ 1 സെക്കൻഡ് പറഞ്ഞാൽ കൊച്ചു കള്ളൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. 1 2 3 സുബിൻ ഭയക്കണം. അതിന് കഴിപ്പാണ് കഴിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡുകൾ കൊണ്ട് പ്രവീണിനെ തോപ്പിച്ചവരൊക്കെ ഇത്തവണ ഭയക്കണം. ഞാനാ പുള്ളി മനഃപൂർവ്വം മാറിയതാ. അല്ലല്ല, ചോറ് കഴിച്ചു. കമോൺ, മുട്ടത്തോരൻ അല്ല, മുട്ട ഫ്രൈ, മുട്ട വറുത്തത് വെട്ടുന്നു. മുട്ട വറുത്തത്, ചിക്കൻ ഫ്രൈ, മീൻ ഫ്രൈ, കപ്പ പുഴുങ്ങിയത് എല്ലാം വിട്ട് പെരട്ടി അടിക്കുന്നു. ഒരു മിനിറ്റ് ആകുന്നു. ഇല്ല, പിടിയുണ്ട്, ഇപ്പോഴും ഉണ്ട് എനിക്ക് ആ പിടി. എന്റെ കൈപ്പിടി എന്ന് പറഞ്ഞാൽ വലിയ പിടിയാണ് എന്റെ. നമ്മൾ അദ്ദേഹത്തിന് ഇല കാണാൻ നമുക്ക് പോയി കപ്പയ്ക്ക് എന്തോ ഒരു ഇതുണ്ട്. കപ്പ കഴിച്ചില്ല കുഴപ്പമില്ല, കപ്പ വിട്ടേക്ക്. എന്തോ ഒരു സംതിങ് കപ്പയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. പക്ഷേ മീൻ ഫ്രൈ ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകം പറയണം. അടുത്ത് 1.5 മിനിറ്റിൽ നിതിനാളിയെ നോക്കുന്നവിടെ ഇരിക്കുന്നത്. ഡിസ്ക്വാളിഫൈ കിട്ടിയത്. ഓക്കെ, പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ കൊണ്ടുള്ള മീൻകറി തീയിലുണ്ട് വെച്ചാൽ 2 മിനിറ്റ് 2.5 മിനിറ്റ് തീർക്കാൻ പറ്റും കേട്ടോ. കഴിച്ചപ്പോ നമ്മളെ ഓരോ ഉരുള എടുക്കും തോറും 3/4 ഭാഗം താഴെയാണെങ്കിൽ പോലും പക്ഷെ അദ്ദേഹം പിടിച്ചു കയറുന്നുണ്ട്. മീൻമുള്ളു പോയ പോലെ മീൻമുള്ളു നോക്കണേ. 3 മിനിറ്റ് ആകുന്നു. 2.5 മിനിറ്റ് ആയിട്ടുള്ളൂ. 2.5 മിനിറ്റിൽ പ്രവീണളിയൻ മീനിന്റെ പകുതി മുക്കാലും കഴിച്ചിരിക്കുകയാണ്. ചോറ് കുറച്ചേ ഉള്ളൂ, ഒരു 2 പിടിക്കുള്ളൂ. വീണ്ടും സുബിനെ നീ ഓർത്തോളൂ, ഇതൊരു വലിയൊരു മത്സരത്തിനാണ്, ചാലഞ്ച് തന്നെയാണ്. ബാക്കി 2.5 ലക്ഷം രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ തോപ്പിക്കണം. 2.5 ഓൾറെഡി കിട്ടിയോ? 5 കിട്ടിയില്ലേ? ചാലഞ്ച് അക്സെപ്റ്റ് ജയിച്ചാൽ അല്ലെങ്കിൽ 0. 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. 3 മിനിറ്റ് മീൻ കഴിക്കണം. നല്ലപോലെ മീൻ നല്ലപോലെ കഴിക്കണം. മീനുണ്ട് കേട്ടോ, നല്ലപോലെ മീനുണ്ട്. ചിക്കൻ്റെ മീനുണ്ട്. ചിക്കൻ കഴിഞ്ഞല്ലോ. ചിക്കൻ കഴിച്ചു. നിന്റെ കാര്യം നീ മാക്സിമം നല്ല ആത്മാർത്ഥമായിട്ട് മത്സരിക്കുന്നുണ്ട് കേട്ടോ. ആ കാര്യത്തില് PB നമ്മള് സമ്മതിക്കണം. ആത്മാർത്ഥ മത്സരം. 4 മിനിറ്റിൽ PB ഒന്നും നോക്കുന്നില്ല. മീനുണ്ട്, അത് എല്ലാവർക്കും ബാധകമാണ്, കുഴപ്പമില്ല, ഇട്ടേക്കാം. ആ തലയ ഭാഗമാണ്. PB കമോൺ, കഴിഞ്ഞോ?
കവളത്തിച്ചിരി ഇരിപ്പുണ്ട്. എന്തുകൂടായി പോവാ നോക്കി അതിനിടെ ഇവര് കയറ്റി വെച്ചോ ഈ പുള്ളിക്കാരൻ. ക്യാമറ ഉണ്ടല്ലോ ഇത്. ഗൈസ് അടുത്തായിട്ട് മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ട് കൊമ്പന്മാരാണ്. രണ്ടുപേരും ഒറ്റ ഇരിപ്പിലങ്ങ് ഇരിക്കുക. ഇതിലാര് ഫസ്റ്റ് തീർക്കുന്നോ അവര് ജയിക്കും. അതെ, കാരണം നമുക്ക് സുബിൻ ഉണ്ണിയെ നമുക്ക് അവസാനം മത്സരിപ്പിക്കാം. അവരാണ് മത്സരം നമ്മൾ വരുന്നത്. സുബിൻ ഉണ്ണിയും ലാസ്റ്റ് വരാം നമുക്ക്. സുബിൻ ഉണ്ണി അവസാനം നിങ്ങൾ ഉദ്ദേശിക്കോട് കഴിഞ്ഞ വടത്തോടൊന്നും പുള്ളി കിട്ടിയത്തില്ല. തവണ കിട്ടിയോടാ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലോ ഓക്കെ അല്ലേ? ലെഗ് പീസ് ഓക്കെ പോയാലോ? വെള്ളം കുടിച്ചു കഴിഞ്ഞോ? റെഡി? ഗൈസ്, അപ്പോൾ നമ്മുടെ മത്സരം ഇവിടെ ഇഞ്ചോടിഞ്ച് മത്സരം 1 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും സമാസമം ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറഞ്ഞ ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ചിക്കൻ പെരട്ടെ എന്നിവയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് മീൻ ഫ്രൈ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് മുട്ട വറുത്താണ്, അതാണ് ഇവരുടെ രണ്ടുപേരുടെ സ്ട്രാറ്റജി ആദ്യമേ ചോറ് തീർക്കുക, ചോറ് പിന്നെ ബാക്കി മീൻ ഫ്രൈ ഉണ്ട് കേട്ടോ. മീൻ വറുത്തത് ഇതിപ്പോ എന്താണ്, ആരാണ് മുന്നിൽ എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ മത്സരത്തിലെ ബിനീഷ് ബ്രോയുടെ തോൽവി അത് നിർഗന്ധതയിലുള്ള അടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പതനം അവിടെ നിന്ന് തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പതനം ഇത്തവണ നന്ദുവിനോട് തോക്കുമായിരിക്കും. തോൽവി സമ്മതിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നന്ദുവളിയൻ ഒരു പക്ഷേ മീൻ വറുത്തമുണ്ട്. ഒരു പക്ഷേ മീൻ വറുത്ത 1 മിനിറ്റ് ആയിരിക്കാണ്. 1 മിനിറ്റ് ആയിരിക്കാണ്. 1 മിനിറ്റിൽ ഇപ്പോഴത്തെ കാഴ്ച മുള്ളുണ്ടോ നോക്കണേ. മുള്ളൊന്നും കഴിഞ്ഞ തവണ എനിക്ക് ഓർമ്മയുണ്ട്, അത്തി എടുത്ത് അതേപോലെ വിഴുങ്ങുമായിരുന്നു ബിനീഷ് ബ്രോ. മീനാണ് പോയത്. അത് പോയത് മീനാണ്, ഒരു അയിലയാണ് പോയത്. തീർന്നു, അയലും തീർന്നില്ല. ഇഞ്ചോടിഞ്ച് ഒപ്പത്തിനൊപ്പം കട്ടക്ക് 1.5 മിനിറ്റിലെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. 1.5 മിനിറ്റിലെ ഏരിയയുടെ കാഴ്ചയാണ്. 1.5 മിനിറ്റ്. ഇവിടെ പ്രവീൺ ബാലൻ 4.5 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അതിപ്പോ 1.5 മിനിറ്റ് ആയിരിക്കണം ഇവിടെ. 3 ഇവിടെ മത്സരം അവസാനിക്കുകയാണ്. 2 മിനിറ്റിൽ ഒതുക്കാൻ പോവുകയാണ്. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം തുല്യമായിട്ട് മത്സരിക്കുന്നു. റാവുത്തർ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ തീ മാറിയാണ്, തീ ഒരഞ്ഞാണ് ഇവിടെ. 2 മിനിറ്റ് 2:11. ബിനീഷ് ബ്രോയുടെ പ്ലേറ്റ് 2:17 ആയപ്പോൾ ഉള്ള കാഴ്ചയാണ്. നന്ദോളിന് 2:19 ഉള്ള കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും നമുക്ക് വെള്ളം കുടിച്ചില്ല രണ്ടുപേരില്ലേ? 2:25. നന്ദവളിയൻ നമ്മുടെ പോരാട്ടം കാണാൻ ഇതാ 2 കാഴ്ചക്കാർ. മനസ്സിലാക്കാം, നിനക്ക് ഹോപ്പുണ്ട്. 2.5 മിനിറ്റ് ആയില്ലേ നന്ദു? അപ്പൊ നിനക്ക് 1 മിനിറ്റ് കൂടെ എടുത്താലും 3.5 ആകത്തുള്ളൂ. അതാ പറഞ്ഞേ, പ്രവീൺ ബാലൻ തോപ്പിക്കാൻ കഴിച്ചപ്പം 3 മിനിറ്റിൽ എത്തിരിക്കുകയാണ്. 3 മിനിറ്റ് നന്ദവളിയൻ 3 മിനിറ്റിൽ കൈപ്പടയിൽ ഒതുക്കിക്കൊണ്ട് 3 മിനിറ്റിൽ ഒരു മുട്ട ഫ്രൈ മാത്രമേ ഉള്ളൂ. 3.5 മിനിറ്റിൽ നിർത്തി ഉറപ്പാ. സുബിനുണ്ടിലാണ് അടുത്ത എല്ലാ പ്രതീക്ഷ ഞങ്ങൾക്കുള്ളത്. 3.5 കഴിഞ്ഞിരിക്കുകയാണ്. 3:32. സ്ലോ ആയപ്പോൾ പുള്ളി ജയിച്ചപ്പോൾ സ്ലോ ആയതാ കേട്ടോ, അല്ലെങ്കിൽ ഇച്ചിരി പെട്ടെന്ന് തീർക്കാൻ. 3:42. 2:25, 3:42. അടുത്താണ് ഒറിജിനൽ റിയൽ ഓജി ആയിരുന്നു. മെയിൻ ഓജി വരുന്ന ഓജി കമ്മോൺ ഓജി. ഗൈസ്, അപ്പൊ നമ്മുടെ വാശിയേറിയ മത്സരത്തിലെ അവസാന ഘട്ടത്തിലോട്ട് ഇതാണ് നമ്മുടെ ഫിനാലെ എന്ന് പറയുന്നത്. ഗ്രാൻഡ് ഫിനാലെ. മെയിൻ ഓജി മത്സരിക്കുന്നു. ഒറിജിനൽ ഗ്യാങ്സ്റ്റർ ആണ്. എന്താ ഓജി എന്ന് പറഞ്ഞത്? ഒറിജിനൽ ഒരിക്കലും കപ്പടിക്കത്തില്ലെന്നാണ്. അങ്ങനെയാണോ? ഞാൻ പറഞ്ഞ ഇതിന് നീ മധുരമായിട്ട് പ്രതികാരം ചെയ്യണം.
നീയാണ് മത്സരിക്കുന്നത്. ബിനീഷ് ബ്രോയെ തോപ്പിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ആ മധുര ഈ പുള്ളിയുടെ മധുര പ്രതികാരമായിരുന്നു. മധുരമുള്ള പായസം ഒറ്റയ്ക്ക് ഇരുന്ന് മാട്ടുന്ന അതടിച്ച് എനിക്ക് കിക്കായി പോയി. മോനെ തുടങ്ങിയാലോ? മോനെ ആ കേറി വാ. എന്തുവാടാ ഇത്? കേറി വാ മോനെ. എടാ ബിനീഷ് ബ്രോയെ അടിച്ച് തോപ്പിക്കണം. കേറി വാ മോനെ. അണ്ണാ, മോനെ മീൻ ഫ്രൈ മീൻ ഫ്രൈ. ബിനീഷ് ബ്രോയെ തോപ്പിക്കണം. ബിനീഷ് ബ്രോയെ തോപ്പിക്കണം. നീ ഒന്ന് പെട്ടെന്ന് കഴിക്ക്. ഓ പെട്ടെന്ന് കഴിക്ക്. ബിനീഷ് ബ്രോയെ തോപ്പിക്ക്. ബിനീഷ് ബ്രോയെ തോപ്പിക്ക്. മിണ്ടാതിരുന്ന് കഴിയടാ. സുബിനെ ബിനീഷ് ബ്രോയെ തോപ്പിക്കണം. അല്ലെ നന്ദുവിനെങ്കിലും നീ തോപ്പിക്കണം. ഞങ്ങൾക്ക് അതൊന്നും ലക്ഷ്യം, നീ മാത്രം ലക്ഷ്യം. അവന്മാരെ ഇവരെ തോപ്പിച്ച് കഴിഞ്ഞാൽ ആവത്തില്ല. 2.5 മിനിറ്റ് തീർക്കണം. 2.5 മിനിറ്റ്. 2.5 മിനിറ്റ് മോനെ. 2 മിനിറ്റ് തീർക്കാൻ നിനക്ക് ബിനീഷ് ബ്രോയെ തോപ്പിക്കണം. മോനെ 1 മിനിറ്റ് ആയി. മോനെ 1 മിനിറ്റ്. Come on. Subin, come on. സുബിൻ മാമങ്കി ജയ് ജയ് വിളി ജയ് ജയ് വിളി ജയ് ജയ് വിളി ജയ്. Yes, come on. Subin. കഴിക്കണോ? അനങ്ങുന്നില്ല സാധനം. അക്കരയുണ്ടൊരു ചക്കരമാവ് കൊമ്പു നിറച്ചും മാങ്ങ. അക്കരയുണ്ടൊരു ചക്കരമാവ് കൊമ്പു നിറച്ചും മാങ്ങ. ചക്കരക്കുട്ടി നീ കൂടെ വന്നാൽ മാങ്ങ പറിച്ചു തരാം, നല്ല മാങ്ങ പറിച്ചു തരാം. വാ വാ താമര പെണ്ണെ നീ പൂങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ. കുട്ടനാടി കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് കൂടുതൽ കഴിക്കുന്നുണ്ട് എല്ലാരും. പാട്ട് പാടും. എന്ത് കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ട് പാടാൻ വാ. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു എന്നോട് കൂടാൻ. ആർക്കാണിഷ്ടം ആർക്കാണിഷ്ടം. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടിഷ്ടം കൂടാൻ. ആർക്കാണിഷ്ടം ആർക്കാണിഷ്ടം. പാട്ടൊക്കെ പാടില്ല, സമയം പോകുന്ന അറിയും നമ്മള്. വിഷയമാവും. നോക്കി എത്ര മിനിറ്റ് ആയിരുന്നു. നടക്കത്തില്ല, ഞാൻ കൊടുക്കത്തില്ല. ബെറ്റ് വെച്ചിട്ട് ഇങ്ങനെ തോറ്റു കൊടുക്കുന്ന അത് ശരിയല്ല. ബ്രോ പാട്ട് പാടി ഇനി എന്നാ ചെയ്യണ്ട പറ. ചിക്കൻ ഫ്രൈയിലും കഴിക്കണം. 1 ലക്ഷം രൂപ എനിക്ക് തന്നായിരുന്നെങ്കിൽ ഞാൻ തോറ്റു തരത്തില്ലായിരുന്നു. അതല്ല രസം. ഇവിടെ ഇരുന്ന് വേര് പിടിച്ചിട്ട് എല്ലാരും പോയി. നന്ദു പോയി, പ്രവീൺ പോയി, ഞാനും സുബിനളിയും നിതിൻ ബ്രോയും മാത്രമുണ്ട്. അപ്പുറം ഇപ്പുറം എല്ലാരും പോയി. ശ്രീത്തിനോട് ഞാൻ ആദ്യമേ പറഞ്ഞു സ്റ്റാൻഡ് ക്യാമറ ഒക്കെ, താനത് കേട്ടില്ല. സ്റ്റാൻഡ് പോലെ ഇരിക്കുന്നത്. 2026 ഇപ്പൊ ഡിസംബർ ആകുമ്പോഴത്തേക്കും പുതിയ ആളെ തെരഞ്ഞെടുക്കണം. ഇനിയിപ്പോ ഇലക്ഷൻ നടത്തേണ്ട കാര്യമില്ലല്ലോ. എതിരുണ്ട്, നീയുണ്ട്, സൈഡിലുണ്ട്. കേടി ഈ ടീമിലുള്ളയാ. കേടിയൊക്കെ ഒരു ചോറ് കഴിച്ചപ്പോ നമ്മള് ബിൽഡപ്പ് കൊടുത്ത് വെറുതെ പോയി. ഞാൻ പറഞ്ഞു നിനക്ക് എന്ത്, ഞാനാണെങ്കിൽ ഇവരെ ജയിപ്പിക്കാണ്ട് 2 ചോറ് മാറ്റുകയും ചെയ്തു. അറിയോ, ഞാൻ കണ്ട് കൈക്ക് എക്സ്ട്രാ എടുത്ത് മാറ്റുന്നത്. പ്രവീൺ കണ്ടിരുന്ന വിഷയമാണ് ഇവിടെ. ഗൈസ്, അപ്പോൾ നമ്മുടെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മത്സരത്തിലെ വിജയം എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. അപ്പം വീട് കഴിഞ്ഞു എല്ലാം പോട്ടെ. ഒരു ഇതിട്ട് വരട്ടെ, ഒരു കൈയൊക്കെ ഇങ്ങനെ കാണിക്കണ്ടേ. 2:25 സെക്കൻഡിൽ ഇദ്ദേഹം പൂർത്തീകരിച്ചു. നന്ദുതരം 3:40 35 3:40 അപ്പം ഇദ്ദേഹം 42 ഞാൻ 4:30 4:30. ഇദ്ദേഹവും നിതിനളിയനും രണ്ടുപേരെയും നമുക്ക് 4ാം സ്ഥാനം കൊടുക്കാം അല്ലേ? അറിയാൻ പറ്റുന്ന ഒരു കളി ഇതിനകത്ത് നടന്നു.
അങ്ങനെ കളിയില്ല, ഞാൻ ജയിക്കാൻ വേണ്ടി ചോറ് മാറ്റിയത് എന്നിട്ട് ജയിച്ചില്ല. എന്നിട്ടും അവൻ disqualify. നീ കാണിക്കുന്ന ഇവിടെ പരിപാടി ഞങ്ങൾ കാണിച്ചു. എന്നിട്ട് തടഞ്ഞു. എന്നിട്ട് ജയിച്ചു. അത് ഉടായിപ്പ് ശകലം മാറ്റി, അറിയാവുന്നവര്. ശകലം മാറ്റി തന്നിട്ട് വലിയ ഒരു ശകലം ഒന്ന് ഇപ്പൊ ഒരു കൈ എന്റെ ചുറ്റിനും ആള് നിൽക്കുമല്ലോ, എന്നിട്ട് ഞാൻ എന്തോ ചെയ്യാന്. എല്ലാ പുള്ളിക്ക് ഇപ്പോഴും ഉടായ്പ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പുള്ളി പറയുന്നത്. അതുണ്ട്. നമുക്ക് അടുത്തട പിടിക്കാടാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത നമ്മൾ പപ്പടം മത്സരം നടക്കുന്നത്. രണ്ട് പപ്പടം എത്ര പെട്ടെന്ന് കഴിക്കുന്നത് അതൊക്കെയാണ് നോക്കുന്നത്. ലേസ് കഴിക്കുന്നത് ആരൊക്കെയാണ്, അതൊക്കെ നമ്മൾ ജയിക്കില്ലേ അല്ലേ? അച്ചാർ റേറ്റ് മത്സരം, മറ്റേ 50 അച്ചാർ അത് ചപ്പി കുടി കഴിക്കുന്ന ആരാണ്. അത് കഴിഞ്ഞ് 30 റേറ്റ് മത്സരം. കഴിച്ചപ്പം വളരെ നല്ലൊരു മത്സരമായിരുന്നു എന്നതിനും സോറി ബിനീഷ് ബ്രോയും നന്ദുവളിയിലും കാഴ്ചവെച്ചത് ഒപ്പത്തിനൊപ്പം ഒരു ഒരുമിച്ച് വെച്ചത് നന്നായി കേട്ടോ. ഒരുമിച്ച് വെച്ചത് നന്നായി. അതെ വാശി ഉണ്ടായിരുന്നു. ഒരുമിച്ച് വെച്ചോണ്ട് ഇത്ര സ്പീഡ് കഴിക്കാൻ പറ്റി. അതെ അപ്പൊ നമ്മള് 3 പേരോട് ഒന്നിച്ച് നിൽക്കും. അന്നെങ്കിൽ ഒത്തേനെ. ഇത്തവണയും ബ്രെയിൻ ബാലൻ തോറ്റു, അതേ എനിക്ക് പറയാനുള്ളൂ. എടോ അയാളെ മാത്രമല്ല തോറ്റിരിക്കുന്നത്, അയാൾ അങ്ങനെ അവമാനിക്കേണ്ട കാര്യമില്ല. ഇത്തവണ 3 സ്ഥാനം, ശ്രീത് എടുക്കുവാണെന്ന് ഇത്തവണ 3 സ്ഥാനം, ശ്രീതും കൂടി disqualify ആയി. ഇത്തവണ 3 സ്ഥാനം. മത്സരിക്കും നീ എന്നാ മത്സരിക്കും. മത്സരിക്കാതെ ഇവിടെ വന്നിട്ട് dialogue അടിക്കാൻ സുബിനെ ഒരു ചോദ്യം, നിന്നെ കൊണ്ടേ പറ്റും. സുബിനെ ഒരു ചോദ്യം. കഴിഞ്ഞ തവണത്തെ മത്സരത്തിലെ 3 സ്ഥാനം ആർക്കായിരുന്നു? 4 സ്ഥാനം ആർക്കായിരുന്നു? അത്ര കേട്ടായിരിക്കും, വേറെ കേട്ട. വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.